നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹരിഹര എന്ന സ്ഥലത്തെ ഹരിഹരേശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ്. ശിവനും വിഷ്ണുവും ചേർന്ന ഹരിഹരേശ്വരൻ എന്ന ഒറ്റമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഹരിഹരേശ്വര ക്ഷേത്രം. ഭക്തർക്കിടയിൽ ശിവനാണോ വിഷ്ണുവാണോ മികച്ചതെന്ന ഭിന്നത വന്നിരുന്ന സമയത്ത് ശിവനും വിഷ്ണുവും ചേർന്ന് ഒരൊറ്റ ദൈവമായി സമാധാനത്തിൻ്റെ പ്രതീകമായി അവതരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ കൊടും വനമായിരുന്ന ഇവിടെ വസിച്ചിരുന്ന ഗുഹാസുരനെ വധിക്കാനായി ശിവനും വിഷ്ണുവും ഒരുമിച്ച് അവതരിച്ചതാണെന്നും മറ്റൊരൈതിഹ്യമുണ്ട്. എന്നാൽ ഭക്തിയേക്കാളുപരി ഞങ്ങളെ ഈ ക്ഷേത്ര ദർശനത്തിന് പ്രേരിപ്പിച്ചത് ഇതിൻ്റെ വാസ്തുകലയും ചരിത്ര പ്രാധാന്യവുമാണ്. ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് കരുതുന്നത്. 8 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾ ഇന്നും നമ്മളെ ഏറെ വിസ്മയിപ്പിക്കുന്നതാണ്. ഹൊയ്സാല നിർമ്മിതികളുടെ ഉത്തമ ഉദാഹരണമായി നമുക്ക് ഈ ക്ഷേത്രത്തെ കണക്കാക്കാം. ഇന്നും തദ്ദേശീയരായ നിരവധി ഭക്തജനങ്ങളാണ് ദിവസേന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഒറ്റക്കല്ലിൽ തീർത്ത ഈ നന്ദിശില്പം. കരിങ്കൽ നിർമ്മിതിയായതിനാൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും ക്ഷേത്രത്തിനകം വളരെ തണുപ്പാണ്. ടിപ്പുവിൻ്റെ ഭരണകാലത്ത് തകർക്കപ്പെട്ട ഈ ക്ഷേത്രം പുതുക്കി പണിത ഭാഗം ഏച്ചുപെട്ടിയതുപോലെ കിടക്കുന്നു. ഇവിടുത്തെ കൊത്തുപണികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു തലയും 2 കൈകളും 5 ഉടലുകളുമുള്ള ഒരു ശ്രീകൃഷ്ണന്റെ രൂപം. ഏതുടലിനോട് ചേർത്ത് വെച്ചാലും തലയും കൈകളും ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് തോന്നും. നൂറ്റാണ്ടുകൾക്കിപ്പുറവും വഴിപാട് കൊടുത്തും പാട്ടുപാടിയും തങ്ങളുടെ ഇഷ്ടദേവനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്.